ശ്രീ ഉപേന്ദ്രനാരായൺ, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള സമാനമായ ഒരു അഭിപ്രായമാണ് ഈ പ്രേക്ഷകനും നമ്മളോട് പങ്കുവച്ചത്. അതായത് ഈ ദൂരയാത്രകളിൽ പലപ്പോഴും ഒരു ടാക്സി ഡ്രൈവർ കാണിക്കുന്ന വൈദഗ്ധ്യം സാധാരണക്കാരന് ഉണ്ടാകില്ല എന്നുള്ളത്. അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുകയില്ല. കാരണം സാധാരണക്കാരായ പൗരനും നിരത്തിലിറങ്ങിയേ മതിയാവുകയുള്ളൂ. വർഷങ്ങളായി വാഹനം ഓടിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു ടാക്സി ഡ്രൈവറോളം അല്ലെങ്കിൽ അതിന്മേലെയോ ഗതാഗത പരിചയവും ഉള്ളവരാണ്. പക്ഷേ അതിലൊക്കെ ഉപരി ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രകളിൽ രാത്രി യാത്ര ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ പരിചയക്കുറവുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് സംവിധാനം ഉറപ്പാക്കുക, ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ ഒഴിവാകും, കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണോ കണക്കാക്കേണ്ടത്? അതായത് നമ്മളുടെ റോഡ് യൂസിങ് കപ്പാസിറ്റി അതായത് എൻഹാൻസ് ചെയ്യണം. അതായത് റോഡ് എപ്പോഴും 24 മണിക്കൂറും തുടർച്ചയായിട്ട് വാഹനങ്ങൾ ഓടിയാൽ മാത്രമേ ഇതിന് ടെക്നിക്കലായിട്ട് ചില വേർഡ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഹൈവേകൾ 2 വേ ഹൈവേകൾ, ഇപ്പൊ ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന 2 വേ ഹൈവേ ആണ്. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വാഹനങ്ങളുടെ എണ്ണം ഏകദേശം 25,000-നും 40,000-നും ഇടയിലുള്ള പാസഞ്ചർ കാർ യൂണിറ്റ് ആണ്, PCU. അതാണ് ഓടേണ്ടത്. അപ്പൊ ചില ഹൈവേകളില് ഇപ്പൊ തന്നെ നമ്മൾ MC റോഡ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മറ്റ് റോഡുകൾ, അതെല്ലാം തന്നെ ഈ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതായത് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ട്രാഫിക് ബ്ലോക്കും ആക്സിഡന്റും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീർഘദൂര യാത്രകൾ പലപ്പോഴും രാത്രി ചെയ്യുന്നത്. രാത്രി ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രശ്നമില്ല. ഞാൻ ടാക്സി ഓടിക്കുന്ന ആളോ ടാക്സിക്കാരനോ അല്ല. ടാക്സിക്കാരെ ഞാൻ അഭിനന്ദിക്കുന്നത് അവരുടെ വാഹനം നേരം വെളുത്ത്, കാര്യം ഇറ്റ് ഈസ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവർ രാവിലെ വാഹനം എടുക്കുമ്പോൾ അതിനകത്ത് ഓയിലുണ്ടോ, ടയർ പ്രഷർ പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ കൂളന്റ് കറക്റ്റ് ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അപ്പൊ തന്നെ അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്ത ഓട്ടത്തിന് പോകുന്നത്. പ്രൈവറ്റ് കാർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാം ടെക്നോളജി അഡ്വാൻസ് ആയപ്പോഴും എല്ലാം അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കും, വെള്ളം കുറഞ്ഞാലോ ടയർ പ്രഷർ കുറഞ്ഞാലോ ഒക്കെ തന്നെ. അപ്പൊ നമ്മള് ടാക്സിക്കാരൻ കൊടുക്കുന്ന മാതിരി കെയർ പ്രൈവറ്റ് കാർ ഓണേഴ്സ് ഇൻക്ലൂഡിങ് മീ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പലപ്പോഴും ദൂരയാത്ര ചെയ്യാണ് ഞാൻ ടാക്സി പിടിച്ചേ പോകുള്ളൂ. കണക്ക് കൂട്ടുമ്പോഴേ പെട്രോളിന്റെ ചെലവും കാര്യം എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് സേഫ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോകാം, അത് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് സേഫ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ നിത്യം നമ്മളുടെ കാര്യങ്ങളില്, റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളില് റോഡിലെ അവസ്ഥകൾ ആക്സിഡന്റ് പ്രോൺ സോൺ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സമയപരിധിക്കകത്ത് അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കാര്യം ഇത് ഗവൺമെന്റിലേക്ക് അയച്ച് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ, അത് ഇതൊക്കെ മേടിച്ചു വരുമ്പോഴേക്കും ഒരു ചെറിയ കുഴി പിന്നെ വലിയ ഗർത്തോ. അപ്പൊ ആ ടൈം ലാഗ് മാറ്റാൻ വേണ്ടിയാണ് എക്സ്പെർട്സിന്റെ, ഇപ്പൊ ഞാൻ റോഡ് സേഫ്റ്റി രംഗത്ത് റിഫ്ലക്ടർ വെച്ചാണ് തുടക്കം. അപ്പോ ഈ എന്താ പറയുന്ന ഈ എഞ്ചിനീയേഴ്സും നാഷണൽ ഹൈവേയുടെ അതോറിറ്റീസും ഒക്കെ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വലിയ ഭീമമായ തുകയാണ്. അതൊന്നും വേണ്ട, നമുക്ക് അവര് കോടികൾ ചെലവാക്കുമ്പോൾ ഞങ്ങളെ മാതിരി ആൾക്കാർ 1000 കൊണ്ട് ഈ പണി തീർക്കും ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സുരക്ഷ എക്സ്പെർട്സിന്റെ കയ്യിൽ വന്ന് അത് എഞ്ചിനീയേഴ്സിനെ കൊണ്ടും മറ്റ് അധികാരികളെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അല്ലാതെ ഒരു ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ വിചാരിച്ചാൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ഡ്രൈവർ അല്ല. ഞാൻ പറയുന്നത് ഞാനൊരു ഇന്റർനാഷണൽ റേസിംഗ് ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അപകടം എവിടെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി എനിക്ക് കാണാൻ പറ്റും. അതിന് എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ അത് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പെർട്ടീസം വേണ്ട ഒരു ഫീൽഡാണ്. നമ്മളിപ്പോ ഇന്നത്തെ അപകടത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചർച്ച കഴിഞ്ഞു, നാളെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇതൊരു തുടർക്കഥയായിട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇപ്പോ 3-4 കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. എന്താണ്? ഹൈവേ നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും നല്ല BM and ABC വെച്ചിട്ട് ടാർ ചെയ്തിട്ടാണ് സ്മൂത്ത് ആയിട്ട് ഹൈവേ പോകുന്നത്. അപ്പോ കൊടും വളവിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ട്രാഫിക് കാമിങ് മെത്തേഡ്സ് വേണം. അതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല. പറഞ്ഞ മാതിരി വാണിംഗ് ബ്ലിങ്കേഴ്സ് വേണം. വാണിംഗ് ബ്ലിങ്കർ കത്തിക്കിടന്നാലും ആൾക്കാർ അതേ സ്പീഡിൽ തന്നെ എടുക്കുമ്പോൾ വിവരക്കേടും മത്സരബുദ്ധിയും എന്നല്ലാണ്ട് എന്താ പറയുക. പിന്നെ വേണ്ടത് റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിക്കണം. ഈ കുട്ടികളോട് ഇതിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് ഓടിക്കാൻ. ഇപ്പൊ എന്റെ കൊച്ചുമകള്, അവള് US പഠിക്കുകയാണ്. അവൾക്ക് 18 വയസ്സായപ്പോൾ ലൈസൻസ് കിട്ടി, ഒരു ടെസ്റ്റിനും പോയിട്ടില്ല. അപ്പൊ അത് സ്കൂളിൽ കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നൊക്കെ 10-20 കൊല്ലമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല.
അപ്പോ ബോധവൽക്കരണത്തിലൂടെ നല്ലൊരു ശതമാനം അപകടം കുറച്ചൊരാളാണ് ഞാൻ ഒരു കൊല്ലം 383 സ്കൂളിൽ കയറി 3 ലക്ഷം കുട്ടികളെ ബേസിക് ആയിട്ടുള്ള റോഡ് ഉപയോഗക്രമങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു സമൂഹം, അതിന്റെ പ്രോജക്റ്റിന്റെ പേര് ഈച്ച് വൺ ടീച്ച് വൺ. നിങ്ങൾ എന്റെ പേര് ഗൂഗിൾ നോക്കിയാൽ അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് സമഗ്രമായിട്ട് എല്ലാ ജില്ലയിലും റോഡ് സേഫ്റ്റി പഠിപ്പിച്ചാൽ കുട്ടികൾ ബോധവാന്മാരാകും, അടുത്ത തലമുറ അപകടത്തിൽ പെടാതിരിക്കും. അതാണ് തീർച്ചയായും. ആദ്യം ചെയ്യേണ്ടത്. ശരി.